ലാമ്പുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു DRL പോലൊരു നിങ്ങൾ എന്ത് കാണിക്കും അവിടെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ 5 സ്റ്റാർ റേറ്റിംഗോടുള്ള ഇന്ത്യയിലെ ഏക കാറായിട്ടുള്ള നെക്സോൺ ആണ്. നെക്സോൺ BS6 ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു കസ്റ്റമർ റിവ്യൂ കൂടിയാണ്. നമുക്ക് ഇന്ന് ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് അഖിലാണ്. അപ്പോൾ ഈ വാഹനം എന്തുകൊണ്ടാണ് അഖിൽ ചൂസ് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കസ്റ്റമർ റിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് അഖിലിനെ ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അപ്പം അഖിൽ, ഈ നെക്സോൺ എടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കാരണം ഇപ്പം നിലവിൽ ഇതേ സെഗ്മെന്റിൽ നമുക്ക് ഒരുപാട് വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് നെക്സോൺ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? കാരണം എന്ന് പറയുമ്പോൾ ഒരു കോമ്പാക്ട് എക്സ് വേണമെന്നായിരുന്നു വീട്ടിൽ. അപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റും പിന്നെ ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു വണ്ടി എന്ന് പറയുന്നത് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് നെക്സോൺ എടുക്കാൻ കാരണം. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് നോക്കണം, പിന്നെ വീട്ടിലോട്ട് വരുന്ന വഴി ഇച്ചിരി ഇതായിരുന്നു. അപ്പം ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് വേണമെന്നുള്ള പ്രധാന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാനും കാര്യം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വണ്ടി, നമ്മുടെ ബഡ്ജറ്റിനും സേഫ്റ്റിക്കും നമ്മുടെ മൈലേജിനും എല്ലാം പറ്റിയ വണ്ടി അല്ലേ? ആ ഒറ്റ റീസൺ കൊണ്ടാണ്. കാരണം വേറെ മാരുതിയുടെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, എന്താ എടുക്കാൻ ബ്രസ്സൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സേഫ്റ്റി കൂടെ നോക്കണ്ടേ? അപ്പം വണ്ടിക്ക് ഗ്ലോബൽ എൻക്യാപ്പ് 5 സ്റ്റാർ റേറ്റഡ് വണ്ടിയാണ്. അതെ അതെ, ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടിയാണ്. പിന്നെ ക്വാളിറ്റി നോക്കുമ്പോഴും പിന്നെ നമ്മൾ ഈ ബഡ്ജറ്റ് വെച്ച് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി നോക്കുമ്പോൾ ഇതിനാണ് ലാഭം. ഇത് ഏത് വേരിയന്റ് ആണ് വരുന്നത്? ഇതിപ്പോ SZ വേരിയന്റ്, അതായത് ടോപ്പ് എൻഡ് തൊട്ട് താഴത്തെ വേരിയന്റ്. ടോപ്പ് എൻഡ് XZ പ്ലസ് അല്ലേ വരുന്നത്? അതിന്റെ ഓപ്ഷനിലും ഉണ്ട് സൺറൂഫ് ഒക്കെ. അതിന്റെ താഴത്തെ മൂന്നാമത്തെ മോഡലാണ്. ഓക്കെ, ഇതിന് പ്രൈസ് വരുമ്പം ഇതിപ്പോ ഓൺ റോഡ് 9,97,000 രൂപയുടെ, അതായത് 10 ലക്ഷം രൂപയ്ക്ക് അകത്തായിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു വിലയ്ക്ക് അകലിൽ 100% ഓക്കെയാണ് വണ്ടി, 100% ഓക്കെയാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തോ കിട്ടുന്നുണ്ട്? മൈലേജ് 14, സിറ്റി മോഡൊക്കെ ഓടിക്കണ 14 കിട്ടും. നമ്മുടെ ഈ ഒരു റോഡിൽ നമുക്ക് 14-15 മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ കിലോ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇപ്പം ഓവറോൾ പഴയ ലുക്കിൽ നിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വരുത്തിയാണ് BS6 വണ്ടി അവർ ഇറക്കിയിരിക്കുന്നത്. BS6 വരുന്ന സമയത്ത് തന്നെ മെയിനായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ പഴയ വണ്ടിയിൽ നിന്നും ഫ്രണ്ട് ഗ്രില്ല് തന്നെ പഴയ വാഹനത്തിൽ നിന്നും അത് കുറച്ചൊരു അരോചകമായിട്ടുള്ളൊരു ലുക്കായിരുന്നു നമുക്ക് നേരത്തെ വന്നിരിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു. ഇപ്പോൾ പക്ഷേ അതെല്ലാം മാതിരി ഒരു പിയാനോ ബ്ലാക്കിലൊരു അടിപൊളി ഗ്രില്ലാണ് നമുക്ക് ടാറ്റ വന്നിരിക്കുന്നത്. അതിൽ തന്നെ വണ്ടി ഒരു അടിപൊളി ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്, മൊത്തത്തിൽ നമുക്കൊരു സ്റ്റൈൽ ലുക്കിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ലൈറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ നേരെ പ്രൊജക്ടർ ഹെഡ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലാമ്പാണ്. ഇതിപ്പോൾ ബേസ് മോഡൽ വരെ ഈ സെയിം ലാമ്പ് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ DRL, ഒരു അടിപൊളി ഒരു DRL ആണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. ആ DRL ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ സെയിം DRL തന്നെയാണ് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. സെയിം DRL തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. രണ്ടും ഒരൊറ്റ ഇതാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊരു പ്രീമിയം വണ്ടികളിൽ മാത്രമേ ഇതൊക്കെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് നമുക്ക് നമ്മുടെ സാധാരണക്കാരന് ഇന്ത്യൻ്റെ ഒരു വണ്ടി എന്ന് പറയുന്ന സാധനം നമുക്കിതെല്ലാം നമുക്കിപ്പോൾ തരുന്നുണ്ട്. അത് തന്നെ വണ്ടിയെ ഒരു പ്രീമിയം ലുക്കിലേക്ക് ഇത്രയും അടിപൊളി ഒരു ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ സത്യം പറഞ്ഞാൽ റേഞ്ച് റോവറിൻ്റെ ഒക്കെ ഒരു ലുക്ക് പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒരു എന്താ പറയുക, ഒരു മാരക ലുക്ക് തന്നെയാണ് വണ്ടി തൊട്ട് താഴെ വരുവാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ബോർഡറിൽ തന്നെ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്.
അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പൊസിഷനിൽ തന്നെയാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ ഒരു ക്രോമിയം ഫിനിഷിൽ ഒരു അടിയിലൊരു ഒരു എന്താ പറയുക ഒരു ബീഡിങ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് തന്നെ നമുക്കൊരു ട്രൈയാരോ ഡിസൈൻ, ഇപ്പം നിലവിൽ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു ട്രൈയാരോ ഡിസൈനാണ് നമുക്ക് താഴെ കാണുന്നത്. തൊട്ട് മുകളിലേക്ക് ഹെഡ് ലാമ്പിൽ തുടങ്ങി തൊട്ടപ്പുറത്തെ ഹെഡ് ലാമ്പിലേക്ക് ചെല്ലുന്ന രീതിയിലൊരു സ്റ്റീൽ ബീഡിങ് ഒരു വളരെ സ്റ്റൈലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതും വണ്ടിയെ കുറച്ചുകൂടെ സ്റ്റൈലാക്കുന്നുണ്ട്. പിന്നെ നേരെ ബോണറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബോണറ്റിലൊരു നമ്മുടെ ടാറ്റ എന്താ പറയുക ടാറ്റയുടെ മറ്റു വാഹനങ്ങളെല്ലാം കാണുന്ന ഒരു മസ്കുലർ ലുക്ക് തോന്നുന്ന ഒരു ക്യാരക്ടർ ലൈൻ, ഒരു സ്റ്റൈൽ, ഒരു കട്ടിങ് ഉണ്ട് നമ്മുടെ ബോണറ്റിൽ വന്നിരിക്കുന്നത്. അതും വണ്ടിയെ നല്ലൊരു പവർഫുള്ളാക്കി ഫീൽ ചെയ്യുന്നൊരു ലുക്ക് തന്നെയാണ്. തൊട്ട് സെൻട്രലായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടി നോക്കി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇതുവരെ ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്ന കോമ്പാക്ട് XUV-യിൽ ഒരു മാരക ലുക്കുള്ള വണ്ടി തന്നെയാണ് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂയിലൂടെ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പം ഇതാണ് നെക്സോണിൻ്റെ സൈഡ് വ്യൂ. അടിപൊളി ഒരു സൈഡ് ലുക്ക് തന്നെയാണ്. സൈഡ് ലുക്കിൽ നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു വീൽ ആർച്ച്, അടിപൊളി ഒരു ബ്ലാക്ക് വീൽ ആർച്ച് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടയർ വരുന്ന സമയത്ത് 16-ൻ്റെ ടയറുകളാണ് ഇതിൽ വരുന്നത്. അതായത് 195, 60, 16 ടയറുകളാണ്. വളരെ അടിപൊളി ഒരു ടയർ, വലിപ്പം കൂടിയൊരു ടയർ തന്നെയാണ് ഈ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന സമയത്ത് 209 ആണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് തിരക്കേടില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത്യാവശ്യം മോശപ്പെട്ട വഴിയിലൂടെ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഉണ്ട്. പിന്നെ വരുന്ന അപ്പോൾ നമ്മുടെ എ പില്ലർ, ബി പില്ലർ, സി പില്ലർ, ഈ ഫുൾ റൗണ്ടിൽ നമ്മുടെ ബ്ലാക്കിൽ ലാസ്റ്റ് വരെ സി പില്ലർ വരെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലാക്ക് കളർ പോകുന്നുണ്ട്. അത് വണ്ടിയെ കുറച്ച് പ്രീമിയം ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ മിററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സൈഡ് മിററാണ് നമുക്ക് വരുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് ഫോൾഡിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരെ വരുന്ന സമയത്ത് ഡോറിൻ്റെ സൈഡ് സമയത്ത് നല്ലൊരു കറക്റ്റ് ഒരു ഷാർപ്പ് ലൈൻ നമുക്ക് രണ്ട് സൈഡിലൂടെ അങ്ങേ അറ്റം വരെ, അതായത് ബാക്ക് ലൈറ്റ് വരെ നീണ്ടു പോകുന്നൊരു ഷാർപ്പ് ലൈൻ വരുന്നുണ്ട്. പിന്നെ നേരെ പറയുവാണെങ്കിൽ റൂഫ് റെയിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടൊരു റൂഫ് റെയിൽ നമുക്ക് വണ്ടിക്ക് സൈഡിൽ വ്യൂ പറയുകയാണെങ്കിൽ ഇത്രയാണ്. ഈ ഒരു വേരിയന്റ് വരുന്ന സമയത്ത് വീൽ കപ്പാണ് വരുന്നത്, അലോയ് വീൽ വരുന്നില്ല. അതൊരു പോരായ്മയാണ്. 10 ലക്ഷം രൂപ മുടക്കി വരുമ്പോൾ ഒരു അലോയ് വീൽ കമ്പനിക്ക് തരാം, എങ്കിലും കുഴപ്പമില്ല, മൊത്തത്തിൽ സൂപ്പറാണ്. അപ്പം ഇതാണ് ബാക്കിലെ കാഴ്ചകൾ. നമുക്ക് വണ്ടിയുടെ ബാക്കിൽ വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു പഴയ വണ്ടിയിൽ നിന്നും വളരെ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് പുതിയ നെക്സോൺ BS6-ൽ ബാക്കിൽ വന്നിട്ടുള്ളൂ. പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം വെച്ചാൽ നമ്മുടെ ബാക്ക് ലാമ്പിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ പാർക്കിംഗ് ലൈറ്റുകൾ വരുന്ന സമയത്ത് 2 സ്ട്രിപ്പ് പോലെ, വളരെ അടിപൊളിയായിട്ട് 2 സ്ട്രിപ്പ് പോലെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നെ നമുക്കൊരു പ്രീമിയം വണ്ടികളുടെ ഒരു ഫീച്ചേഴ്സുകളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ടാറ്റ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നേരെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് താഴെ ഒരു വളരെ സ്റ്റൈലായിട്ടൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ ബമ്പറെല്ലാം തന്നെ ട്രൈയാരോ ഡിസൈന് നമുക്ക് ടാറ്റ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തെല്ലാം തന്നെ. പിന്നെ നേരെ സെൻട്രലായിട്ട് ഇപ്പം നമുക്ക് ടാറ്റയുടെ BS6 വേർഷനിലെല്ലാം തന്നെ വരുന്ന രീതിയിൽ ബാഡ്ജിങ് പേര് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. സെൻട്രലായിട്ടാണ് വരുന്നത്. അത് നമ്മുടെ എല്ലാ വണ്ടികളും ഇപ്പോൾ ടാറ്റയുടെ നമ്മൾ കാണുന്നുണ്ട്. അല്ല സൈഡിൽ വേരിയൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നെക്സോൺ എന്നൊരു ബാഡ്ജിങ് മാത്രം നമുക്കിവിടെ കാണാം. അതിൻ്റെ നേരെ മുകളിലായിട്ടൊരു റിവേഴ്സ് ക്യാമറ ഇരിപ്പുണ്ട്. റിവേഴ്സ് ക്യാമറ അതിൻ്റെ തൊട്ട് ഫ്രണ്ടായിട്ടാണ് നമ്മുടെ ടാറ്റയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്, ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈഡായിട്ടുള്ളൊരു ഗ്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്. നേരെ മുകളിലായിട്ട് ഒരു ഷാർപ്പിൻ ആൻറ്റിന, അതിപ്പം വരുന്ന എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്നൊരു കാര്യം തന്നെയാണ്. ഷാർപ്പിൻ ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ഓവറോൾ മൊത്തം വരുവാണെങ്കിൽ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് നമുക്ക് ഇതുവരെയുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും അടിപൊളി ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് നമുക്ക് ടാറ്റ തന്നിരിക്കുന്നത് തന്നെ നമുക്ക് പറയാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് മറ്റ് കാര്യങ്ങൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബൂട്ടിലേക്ക് പോവാം. ബൂട്ട് തുറക്കുന്ന സമയത്ത് നമുക്ക് റിമോട്ടിൽ ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ചാവി ഇടേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ലിവർ വലിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. റിമോട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിക്കി വളരെ നൈസായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു ഡ്രേ ഉണ്ട്. ഡ്രേ നമ്മൾ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് 350 ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. നല്ലൊരു സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ നമുക്ക് ടാറ്റ തന്നിട്ടുണ്ട്.
നമുക്ക് ഇതിൽ വരുന്ന സമയത്ത് സ്പെയർ വീല്, ജാക്ക്, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വണ്ടിയിലൊക്കെ നമ്മൾ സൈഡിലായിട്ടാണ് ജാക്കിയും കാര്യങ്ങളും, ഇതെല്ലാം ടയറിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ സീറ്റ് കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് മറിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഏറെ സ്പേസ് കൂടെ നമുക്ക് കിട്ടും. 2 പേര് മാത്രമേ അത്രയും ലഗേജുകൾ നമുക്കിവിടെ വെക്കാൻ പറ്റും. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ലഗേജ് സ്പേസ് തന്നെയാണ് നമുക്ക് ടാറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻജിൻ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോണറ്റ് തന്നെയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ അല്ല, അത് നമ്മൾ ഈ വണ്ടിയുടെ ബോണറ്റ് പൊക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ടെർബോ ചാർജ് എഞ്ചിനാണ് ഈ വാഹനം വരുന്നത്. ഇത് വരുന്ന സമയത്ത് 118 bhp പവർ 5500 RPM കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 1750 RPM 170 Nm ടോർക്കും തരുന്ന ഒരു സൂപ്പർ എൻജിൻ തന്നെയാണ്. ഏകദേശം മൈലേജ് നമുക്ക് കമ്പനി പറയുന്നത് 17.5 ആണ്. ഓവറോൾ ഇതിന് അടുത്തൊക്കെ തന്നെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. കാഴ്ചയിലുള്ള പോലെ തന്നെ ഒരു ഗംഭീര എൻജിൻ തന്നെയാണ്. ടാറ്റയുടെ ഇതിന് മുമ്പത്തെ കാറുകളിലൊക്കെ തന്നെ പരീക്ഷിച്ച പവർഫുൾ ആയിട്ടുള്ള എൻജിൻ തന്നെയാണ്, നമുക്കറിയാം ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇന്റീരിയറിൽ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാറ്റ നെക്സോൺ BS6 ഇന്റീരിയർ പറയുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടിയിലിരിക്കുന്ന ഒരു ഫീലല്ല നമുക്ക് ഇതിനകം കാണുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിസ്റ്റമാണ്. സെറ്റ് വരുന്ന ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഒരു ലാർജ് ടച്ച് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. വരുന്ന സമയത്ത് അത്യാവശ്യം ഇപ്പം നിലവിലുള്ള എല്ലാ ഇതിലും USB കണക്ഷൻ ഉണ്ട്, റേഡിയോ, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇതെല്ലാം നമുക്കതിൽ കാണാൻ കഴിയും. പോരാതെ തന്നെ എന്താ പറയുക, തൊട്ട് താഴെയായിട്ട് AC-യുടെ 2 വെൻറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ പ്രീമിയം ലുക്കിലാണ്, ഒരു ക്രോം ഫിനിഷൊക്കെ കൊടുത്താണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് AC-യുടെ കൺട്രോളുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ലൈറ്റുകൾ, സ്വിച്ചുകൾ, അതിൻ്റെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. തൊട്ട് താഴെ വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഗിയർ ലീവർ വരുന്നുണ്ട്. 6 ഫീറ്റ് ഗിയർ ലീവറാണ് നമുക്കതിൽ വരുന്നതുള്ളത്. അവിടെ തന്നെ ഒരു മൊബൈൽ ചാർജിങ് പോർട്ട് നമുക്ക് കാണാം. അതിൽ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. തൊട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്താണ് നമുക്ക് മോഡ് ഓപ്ഷൻസ്, അതായത് വണ്ടിയുടെ ഓരോ മോഡുകൾ, അതായത് പെർഫോമൻസ് മോഡുകൾ മാറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പം അതിനോടൊപ്പം തൊട്ട് സൈഡിലായിട്ടൊരു പ്രീമിയം ഹാൻഡ് ലീവർ തന്നെ നമുക്ക് കാണാം, ഹാൻഡ് ബ്രേക്ക് ലീവർ കാണാം. അവിടെ തന്നെ കുറേ ഏറെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസുകൾ, നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ്, ഒരുപാട് സ്പേസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ നേരെ പറയുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഗ്ലോ ബോക്സ് തുറന്ന്, ആ ഗ്ലോ ബോക്സ് പറയുന്ന സമയത്ത് അതിൻ്റെ മേലൊരു സ്വിച്ചാണ്. ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലോ ബോക്സ് ഓപ്പൺ ആയി കഴിയും. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. നമുക്ക് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാവുന്ന രീതിയിൽ, അതായത് AC-യുടെ കൂളിംഗ് അതിലേക്ക് ചെന്ന് തണുപ്പിച്ചെടുക്കാവുന്ന രീതിയിലുള്ളൊരു കൂൾഡ് ബോക്സാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കംപ്ലീറ്റ് പുതിയ രീതിയിൽ തന്നെ ഉള്ളൊരു, നമുക്ക് അൾട്രോസിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പുതിയ സ്പോർട്ടി സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. അതിൽ തന്നെ അത്യാവശ്യം എല്ലാ വോയിസ് കൺട്രോളുകൾ, അതേപോലെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഹോണ്, എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ആ ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റീൽ ബീഡിംഗ് ആണ് നമുക്ക് ആ ഒരു ലിവറയിൽ കാണാൻ പറ്റുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഉണ്ട്. വളരെ സ്റ്റൈലായിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 4 ഡോറിനെ പവർ വിൻഡോ സ്വിച്ചുകൾ, ലോക്ക് സ്വിച്ചുകൾ എല്ലാം തന്നെ നല്ല സ്റ്റൈലായിട്ട് തന്നെ ആ ഡോറിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീറ്റർ കൺസോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് നമുക്ക് ടാറ്റ തന്നിരിക്കുന്നത്. ഇതിനകത്ത് അനലോഗായിട്ട് ഒന്നും തന്നെ വരുന്നില്ല, ഫുള്ളി ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് നമുക്ക് വരുന്നത്. അത് തന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് അതിലൊരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് തരും. ആ മീറ്ററിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് ട്രിപ്പ് മീറ്ററുകളുണ്ട്, അതേപോലെ തന്നെ വണ്ടിയുടെ വാർണിംഗ് ലാമ്പുകളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ഡോറ് ഏതെങ്കിലുമൊക്കെ തുറന്ന് കിടക്കുവാണെങ്കിൽ അത് അറിയാവുന്ന സിമ്പിളുണ്ട്. പിന്നെ മോഡ് മാറ്റുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതിൽ കൃത്യമായിട്ട് തന്നെ അതിൽ ഏത് മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തെന്ന് മാറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്കി എല്ലാ വാഹനത്തിനും പറ്റും. നമുക്ക് സ്പീഡ് റീഡിങ് എല്ലാം തന്നെ നമുക്ക് RPM എല്ലാം തന്നെ ഒരു ഡിജിറ്റലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഒരു അടിപൊളി ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് വാഹനത്തിലേക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ബാക്കിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറയാൻ തന്നെ ഉള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം വെച്ചാൽ സീറ്റിംഗ് പൊസിഷൻ വളരെ കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. കാരണം വെച്ചാൽ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ലെഗ് റൂം തന്നെ പറയുകയാണെങ്കിൽ
ഒരു 5.5 അടി ഉള്ള ഒരാൾ ഫ്രണ്ട് ഇരുന്നിട്ട് പോലും ഇതായത് കണ്ടില്ലേ, വിശാലമായ സ്ഥലമാണ് നമുക്കുള്ളത്. ഇഷ്ടം പോലെ എന്താ പറയുക, ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം തന്നെ ബാക്കിലുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അത്രയ്ക്ക് ഒരു സ്പേസ് ആണ് നമുക്ക് ബാക്കിലായിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലൊന്നും സാധാ വണ്ടികൾ കാണിക്കുന്ന ഒരു പിശുക്കും കാണിച്ചില്ല. മാക്സിമം ലെങ്തിയാണ്. അതേപോലെ തൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ബാക്കിലിരിക്കുന്ന സമയത്ത് 2 AC വെൻറ്റുകൾ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഡെമി ചാർജ് പോർട്ടൊക്കെ ഉണ്ട് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. മൊത്തത്തിൽ ബാക്കിലിരിക്കുന്നവർക്ക് 100% കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയൊരു കാറാണ് നെക്സോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാഴ്ചകളും വാഹനത്തിനെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ടാറ്റ നെക്സോൺ BS6 വേരിയൻറ്റിനെ പറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ഫസ്റ്റ് കോമ്പാക്ട് XUV സെഗ്മെൻറ്റിലെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇന്ത്യയിലെ ഫസ്റ്റ് കാറാണ്. അത് തന്നെയാണ് വണ്ടിയെപ്പറ്റി പറയുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാര്യം തന്നെ അത് തന്നെയാണ്. ടാറ്റയുടെ ഇപ്പോഴത്തെ ചെറിയ വാഹനങ്ങൾ പോലും നമുക്ക് നോക്കിയാൽ അറിയാം സേഫ്റ്റിയിൽ ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇറക്കുന്ന ഇന്ത്യയിലെ ഏക കാർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടാറ്റ കമ്പനിയാണ്. നമ്മുടെ ഇന്ത്യക്കാരൻ്റെ അഭിമാനമായിട്ടുള്ള ടാറ്റനാണ് നമുക്കിപ്പോൾ ഇത്രയും സേഫ്റ്റി ആയിട്ടുള്ള വാഹനം ഇറക്കുന്നത്. നമുക്കിതിൽ വില കൊടുത്ത് എടുക്കുന്ന പല വാഹനങ്ങളും നമ്മുടെ ക്രാഷ് ടെസ്റ്റ് സമയത്ത് 4 സ്റ്റാറിൽ പോലും ഇല്ലാത്ത വാഹനങ്ങളാണ് ഇന്ത്യയിൽ നമുക്കിപ്പോൾ പലതും ഇറങ്ങുന്നത്. അപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റേതിനേക്കാളും ക്വാളിറ്റിയും അതേപോലെ സേഫ്റ്റിയുമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം തരുന്നത്. ഇതിനു മുമ്പത്തെ പഴയ കാലഘട്ടത്തിൽ ടാറ്റയുടെ ചരിത്രം എടുക്കുകയാണെന്ന സമയത്ത് തന്നെ നമുക്കറിയാം വളരെ പിന്നോട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ റേഞ്ച് റോവർ, ലാൻഡ് റോവർ, അതേപോലെ തന്നെ ജാഗുർ, ഈ 3 വാഹനങ്ങളും ടാറ്റയുടെ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമാണ് ടാറ്റയ്ക്ക് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ എന്നാണോ ഇവർ ഈ കുടുംബത്തിലേക്ക് എത്തി ഇന്ന് അത് തൊട്ട് തന്നെ വണ്ടിയുടെ മോഡലിലായിക്കോട്ടെ, എഞ്ചിനിലായിക്കോട്ടെ, സേഫ്റ്റിയിലായിക്കോട്ടെ എല്ലാ രീതിയിലും ടാറ്റ ഒരു വമ്പൻ കുതിച്ചു കയറ്റം തന്നെയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു 10 വർഷം കഴിഞ്ഞ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു ഉയരത്തിലേക്ക് ടാറ്റ പോകുന്നുള്ള കാര്യം ഈ ഒരു വാഹനങ്ങളിലൂടെ തന്നെ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഈ ഒരു വാഹനത്തിന് ഒരു 7.5 ലക്ഷം രൂപ മുതൽ ഒരു 12 ലക്ഷം രൂപ വരെയാണ് നമുക്ക് നെക്സോണിൻ്റെ വില വരുന്നത്. അപ്പോൾ ആ ഒരു വിലയിൽ 100% മുതലായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് നമുക്ക് നെക്സോൺ വരുന്നത്. അപ്പം ഒരു സേഫ്റ്റിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 100% ടാറ്റയുടെ വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം സേഫ്റ്റിയുടെ കാര്യത്തിൽ 100ൽ 100 മാർക്ക് തന്നെയാണ് നമുക്ക് വാഹനത്തിന് കൊടുക്കാൻ പറ്റുന്നത്. അതേപോലെ പെർഫോമൻസ് ബേസ് ആയിക്കോട്ടെ, മൈലേജ് ആയിക്കോട്ടെ, എഞ്ചിൻ ആയിക്കോട്ടെ, ഏത് രീതിയിലായാലും ഈ വാഹനത്തെ ഒരു പോരായ്മ പോലും പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ പറയുന്നത്, കാരണം നമ്മുടെ പല വീഡിയോസിലും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നെക്സോണിനെ സംബന്ധിച്ച് അങ്ങനെ പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് കാർ തന്നെയാണ് നെക്സോൺ. നിങ്ങൾക്ക് 100% കണ്ണടച്ചാൻ എടുക്കാൻ പറ്റിയൊരു വാഹനത്തിനാണ്. പിന്നെ ഇതിനൊരു ചെറിയ പോരായ്മ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വീല് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് വരുന്നത്. അത് വേണമെങ്കിൽ ചെറിയൊരു പോരായ്മയായിട്ട് പറയാം. പക്ഷേ അത് ഒരിക്കലും ഒരു പോരായ്മയല്ല. കാരണം വാഹനം ഓടിക്കുന്ന സമയത്ത് ബ്രേക്കിങ്ങിലൊന്നും തന്നെ ഒരു പ്രശ്നങ്ങളും അത് വരുന്നില്ല. കാരണം ABS CBD എല്ലാ ഓപ്ഷനുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിനകത്തൊന്നും അതൊരു വിഷയങ്ങൾ വരുന്നില്ല. വേണമെങ്കിൽ പറയാവുന്നൊരു പോരായ്മ അത് മാത്രമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ വരുന്നതിന് വരെ എല്ലാവർക്കും ബൈ.